പ്പെട്ടവർ ഇന്നും ആ സ്വർണം തെരഞ്ഞു നടക്കുകയാണെന്ന് അവനോട് പറയും. അങ്ങനെ വിക്ടറും നെട്ടും കൂടി ആ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. വിക്ടർ നെട്ടിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഒരു ഇയർഫോൺ ഒക്കെ കൊടുക്കും. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തുമ്പോൾ വിക്ടർ നെട്ടിന് സാന്റിയാഗോ എന്ന് പേരുള്ള ഒരുത്തനെ കാണിച്ചു കൊടുത്ത ശേഷം പറയും, ഇവന്റെ ഫാമിലിയാണ് അന്ന് മെഗലനെ സഹായിച്ചത്, ഇവനും ഉറപ്പായി ആ ക്രോസ് ഓപ്ഷനിൽ പിടിക്കാൻ വന്നതായിരിക്കുമെന്ന് പറയും. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ അകത്ത് കയറും. അപ്പോൾ നെട്ട് വിക്ടറിനോട് പറയും, സാന്റിയാഗോയുടെ അടുത്ത് നിൽക്കുന്ന ആ പെണ്ണ് കാണാൻ കൊള്ളാമല്ലോ എന്ന്. എന്നാൽ അവൾ നീ വിചാരിക്കുന്ന ആളല്ല, നമ്മളെ പോലെ തന്നെ ആ ക്രോസ് തട്ടിക്കൊണ്ട് പോകാൻ വന്നവളാണ്, നീ അവളുടെ കണ്ണിൽ തൽക്കാലത്തേക്ക് പെടണ്ട എന്ന് വിക്ടർ നെട്ടിനോട് പറയും. നെട്ട് അവിടെ നിന്ന് മാറുമ്പോഴേക്കും ആ പെണ്ണ് അങ്ങോട്ടേക്ക് വന്ന്, നീ ഈ ചാവി മോഷ്ടിക്കാൻ വന്നതാണെങ്കിൽ അത് നടക്കില്ല വിക്ടർ എന്ന് അവൾ അവനോട് പറയും. എന്നാൽ ഇതേ സമയം നെട്ട ക്രോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിക്ടർ അങ്ങോട്ടേക്ക് വന്ന്, ഇത് 16ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയതാണ്, വളരെ സ്പെഷ്യൽ ആയ ഒരു ക്രോസ് ആണ് ഇതെന്ന് പറയും. അതുപോലെ തന്നെ ഇതിന് അർഹതയില്ലാതെ ഇത് സ്വന്തമാക്കാൻ ശ്രമിച്ചവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് എന്ന് സാന്റിയാഗോ നെട്ടിനോട് പറയും. എന്നാൽ വിക്ടർ അപ്പോൾ നെട്ടിനോട് പറയും, നീ അവനോട് സംസാരിക്കേണ്ട, നീ അവിടെ നിന്ന് മാറാൻ പറയും. അപ്പോഴേക്കും ഓപ്ഷൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആഫ്രിക്കക്കാരി പെണ്ണ് നെട്ടിന്